ഇപ്പൊ തന്നെ എന്റെ കഴുത്തിന് ദേ ഇവിടെ വേദന എടുക്കുന്നു. ഈ വേദന എടുക്കുന്ന കഴുത്തിൽ ഒരു മരുന്നുമില്ലാതെ മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് മാറ്റുക? എൻ്റെ മേലിരിക്കുന്ന സാറിൻ്റെ വേദന മാറ്റാൻ എനിക്കൊരു 3 മിനിറ്റാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. മരുന്നില്ലാതെ രോഗം മാറ്റി ലോകപ്രശസ്തനായ ലാമ ഫെറ ചികിത്സകൻ സ്വാമി സുരേഷിന്റെ ജീവിതം ഇന്ന് ഇങ്ങനെയാണ്. സ്വാമി ഒരു 4 പൊറോട്ട ഒരു കോഴിക്കറി എടുത്തേ. ലാമ ഫെറ ചികിത്സാ രീതിയിലൂടെ അതിവേഗത്തിൽ രോഗങ്ങൾ മാറ്റിയിരുന്ന സുരേഷ് സ്വാമി അതിവേഗത്തിൽ പൊറോട്ട അടിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച കൂടെയാണ്. ഒരിക്കലും പ്രേക്ഷകർക്ക് ഇത് പെട്ടെന്നൊരു വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ദീക്ഷയൊക്കെ നീട്ടി വളർത്തി കാഷായ വേഷമൊക്കെ ഇട്ട് ഇരുന്ന സ്വാമി ഇപ്പോൾ ഹോട്ടലിൽ ഒരു കുക്കായിട്ട് നിന്ന് ചീഫ് ഷെഫായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ധാരാളം ആളുകളെ അദ്ദേഹം രോഗത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയിൽ. ഇപ്പോൾ വളരെ ദ്രുതഗതിയിലുള്ള പൊറോട്ട ചുടിയിലാണ് നടക്കുന്നത്. അതോടൊപ്പം സമി തിരക്കാന്നറിയാം, എങ്കിലും നമുക്കൊന്ന് സംസാരിക്കാം. അത് കരിഞ്ഞു പോകരുത്. വർക്കിന്റെ ഭാഗമായി. അപ്പോൾ പൊറോട്ട മാത്രമാണോ ചെയ്യുന്നത്? അപ്പോൾ എന്തൊക്കെ ജോലി ചെയ്യും? അല്ല, ഞാൻ പൊറോട്ട കുക്ക് ചെയ്യും, എല്ലാ ഫുഡുകളും ചെയ്യും. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് സ്വാമി ചെയ്യും? ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, സാധാ ഹോട്ടലിലുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് സ്വന്തം സ്ഥാപനമാണോ? നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ്, സ്വന്തമല്ല. ഒരു കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ ചികിത്സ സമ്പ്രദായമായി നടന്ന ഒരു സ്വാമിയായിരുന്ന മനുഷ്യനാണ് ഇന്ന് ഈ ഹോട്ടലിൽ പൊറോട്ട അടിക്കുകയും കറി വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സ്വാമി. ഒരു തൊഴിലും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആ ചക്ക തിന്ന് നമുക്ക് വിഷപ്പടക്കുകയും ചെയ്യാം. ക്യാമറമാൻ റജിക്കൊപ്പം ആൻഡേഴ്സൺ, കേരള സ്റ്റോറി TV, പാലക്കാട്.